ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇത്രത്തോളം നമുക്ക് ദൈവത്തിൻ്റെ ദയയും കരുണയും കരുതലും അനുഭവിക്കുവാൻ സഹായിച്ചതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊരു പ്രാവശ്യം കൂടി അടുത്തു വരാൻ കഴിഞ്ഞതോർത്ത് പിന്നെയും ദൈവത്തിന് നന്ദി പറയാം. കരുതുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മനുഷ്യനെ ദൈവം ഇങ്ങനെയൊക്കെ കരുതേണ്ട കാര്യം എന്താണ്? കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലുമാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു. തൻ്റെ മൂക്കിലെ ജീവശ്വാസമാണ് നമ്മുടെ മൂക്കിലേക്ക് ഊതി നമ്മെ ജീവനുള്ളതാക്കി തീർത്തതെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ദൈവം തൻ്റെ ശ്വാസം നൽകി തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് ദാനമായി നൽകിയിട്ടുണ്ട്. മനുഷ്യൻ ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ളവനായതുകൊണ്ട് പല കാര്യങ്ങൾക്കും സ്വന്തമായിട്ട് തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം അവന് നൽകിയിരിക്കുന്നു. അവൻ തൻ്റെ സ്വാതന്ത്ര്യം പലപ്പോഴും ദുരുപയോഗം ചെയ്ത് ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിപ്പോയി ദൈവകോപം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അകന്നുപോയ മനുഷ്യനെ കൈവിട്ട് കളയുവാൻ ദൈവം തയ്യാറല്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞുവെന്ന് നമ്മുടെ ശത്രുവായ സാത്താൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ സാത്താൻ സന്തോഷിക്കും. മാത്രവുമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഓരോരുത്തരെയും സാത്താൻ നോട്ടമിടുകയും അവരെ വകവരുത്തുകയും ചെയ്യും. കാരണം അവൻ നരകത്തിൻ്റെ അധിപനാകുന്നതുകൊണ്ട് നരകത്തിൽ ആരും കുറഞ്ഞു പോകാൻ പാടില്ല എന്നാണ് അവൻ്റെ താല്പര്യം. എന്നാൽ ഏത് വിധേനയും മനുഷ്യനെ സ്നേഹിച്ച് അവനെ പിന്നെയും ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യനെ കരുതുക എന്നുള്ളത് 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദാവീദ് എഴുതിയ 23-ാം സങ്കീർത്തനം സാധാരണ സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും കാണാപാഠമാണ്. കാരണം വളരെ ഒരു പ്രത്യേക തരത്തിൽ ആ സങ്കീർത്തനം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. ദാവീദ് ആ സങ്കീർത്തനം അങ്ങനെ എഴുതിയിരിക്കുന്നതിന് പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട്. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ഒരു ആട്ടിടയനും ആടുകളും തമ്മിലുള്ള ബന്ധം ദാവീദിന് നന്നായി അറിയാം. ആടുകൾക്ക് ദാവീദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആടുകളുടെ ആഗ്രഹം അനുസരിച്ച്, ആടുകളുടെ താല്പര്യം അനുസരിച്ച് അവയെ മേയിക്കുകയും അവയ്ക്ക് ആവശ്യമായ മേച്ചിൽപ്പുറങ്ങളിൽ എത്തിക്കുകയും കുടിക്കുവാൻ വെള്ളവും എല്ലാം നൽകി ദാവീദ് അവയെ പരിപാലിച്ചു കൊണ്ടിരുന്നു. മാത്രവുമല്ല, ചെന്നായ്ക്കളും വന്യമൃഗങ്ങളും സിംഹവും കരടി ഉൾപ്പെടെ അവയെ ഏത് സമയത്തും ആക്രമിക്കുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ദാവീദ് വളരെയധികം മുൻകരുതലെടുത്തിരുന്നു. തൻ്റെ ജീവൻ പോലും തൃണവൽ ഗണിച്ച് ആടുകളെ സംരക്ഷിക്കുവാൻ ദാവീദ് കാണിച്ച ആ ഒരു വ്യഗ്രത, ഒരു താല്പര്യം, അത് ആടുകൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട്
ആടുകൾക്ക് ദാവീദിനെ വളരെയധികം സ്നേഹമായിരുന്നു. അവ മിണ്ടാപ്രാണികളാണെങ്കിലും ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്ന ഇടയനെ സ്നേഹിക്കുക എന്നത് ആടുകളുടെ ഒരു വലിയ കടപ്പാടാണ്. സ്തോത്രം. അപ്പോൾ 23-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയിരിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. സ്തോത്രം. ദാവീദ് ഒരിടയനാണ്. ദാവീദ് തൻ്റെ ആടുകളെ സംരക്ഷിച്ചിരുന്നു. ഇവിടെ ദാവീദ് പറയുന്നു, ദൈവം എൻ്റെ ഇടയനാണ്, ഞാൻ ദൈവത്തിൻ്റെ ആടായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ട് ഉണ്ടാവുകയില്ല. സ്തോത്രം. വളരെ സത്യമായ കാര്യമാണ്. ദൈവമാണ് നമ്മുടെ ഇടയനെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തക്ക സമയത്ത് നൽകി തരുവാൻ ദൈവത്തിന് കഴിയും. ഏത് കൂരിലുണ്ട് അനുഭവത്തിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടാതെ, മരണ നിഴലിൽ താഴ്വരയിൽ കൂടി കടന്നുപോയാലും ശരി, ഭയപ്പെടാതെ നിലനിൽക്കുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഇടയൻ എൻ്റെ ദൈവമാണ്, എന്നെ സംരക്ഷിക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം അതാത് സമയത്ത് നൽകി എന്നെ സംരക്ഷിക്കുവാനും പോറ്റി പുലർത്തുവാനും എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് ആമേ സ്തോത്രം ഹല്ലേലൂയ ദാവീദ് പറയുന്നു. സ്തോത്രം. മാത്രവുമല്ല, ശത്രുക്കൾ കാണെ ദൈവം വിരുന്നൊരുക്കുന്നു. ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്, പ്രധാനമായും സാത്താൻ ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ വീഴ്ചയാണെങ്കിൽ, ഇതാ ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്ന ഒരു നല്ല ദൈവം. മേശയൊരുക്കുക എന്ന് പറഞ്ഞാൽ, നാം സന്തോഷം അനുഭവിക്കുമ്പോഴാണ് വിരുന്നുകളൊക്കെ ഒരുക്കുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവുകയും ആ സമയത്തെല്ലാം മനോഹരമായ നിലയിൽ ദൈവം നമ്മളെ കരുതുന്നത് കണ്ട് ശത്രു ലജ്ജിക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. മാത്രവുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവം അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. അതെ, എനിക്ക് ഭക്ഷിച്ചാലും ഞാൻ പാനം ചെയ്താലും തൃപ്തി വന്നിട്ട് ദൈവം എനിക്ക് വാരിക്കോരി നൽകുന്നതുകൊണ്ട് എൻ്റെ പാനപാത്രങ്ങളെല്ലാം നിറഞ്ഞു കവിയുകയാണ്. സ്തോത്രം. മാത്രമല്ല, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്ന് ദാവീദ് പറയുന്നു. അതെ, ദൈവത്തോട് ചേർന്ന് വസിച്ചാൽ നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും പിന്തുടരുമെന്നുള്ളത് ദാവീദിന്റെ ജീവിതത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണ്. താനൊരു കൊച്ചു ബാലനായിരുന്നപ്പോൾ ദൈവത്തെ അറിയുവാനിടയായി തീർന്നതാണ്. ദാവീദ് 140 വയസ്സുള്ളവനായി ധനവും മാനവും ദീർഘായുസം പ്രാപിച്ച് മരിച്ചുവെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ, സ്തോത്രം, ദൈവത്തിൻ്റെ കരുതൽ എത്രയാണെന്ന് ദാവീദ് പറഞ്ഞത് വെറുതെയല്ല. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിലെ വാസം കൊണ്ട് ഒരു ദൈവപൈതലിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് ഇവിടുന്ന് ഗുഡ് ബൈ പറയേണ്ടി വന്നാലും കർത്താവിൻ്റെ മടങ്ങിവരവോടുകൂടി കർത്താവിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് എത്തും. അങ്ങനെ ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവനും യഹോവയുടെ ആലയത്തിൽ വസിക്കും. സ്തോത്രം. ആയുഷ്കാലം മുഴുവനും യഹോവയുടെ ആലയത്തിൽ വസിക്കുക, അതിനേക്കാൾ വേറെ ഭാഗ്യം എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? സ്തോത്രം. നാം ആഗ്രഹിക്കേണ്ടതും അതുതന്നെയാണ്. ഈ ഭൂമിയിലെ നശിച്ചു പോകുന്ന ചിലതിൻ്റെയൊക്കെ പുറകെ നമ്മുടെ ജീവിതം ഹോമിച്ച് കളയാതെ ആയുഷ്കാലം മുഴുവനും ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുവാൻ കഴിയുന്നതിനേക്കാൾ സന്തോഷം വേറെ എന്താണ് നമുക്ക് ലഭിക്കുവാനുള്ളത്? സ്തോത്രം. നിത്യമായ മരണത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് നമ്മുടെ പ്രാണനെ ദൈവം വിടുവിച്ച് നമ്മെ ദൈവരാജ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയ
ഒരു നല്ല ദൈവത്തെ നമുക്ക് ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. യഹോവ എൻ്റെ ഇടയനാവുന്നു. ഞാൻ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ദൈവത്തിന് അറിയാം. തക്ക സമയത്ത് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കുടുംബത്തെയും പുലർത്തുവാൻ വേണ്ടതെല്ലാം ദൈവം നൽകിത്തരുമെന്നുള്ള പൂർണ്ണമായ ബോധ്യം, ഉത്തമമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മെ ദൈവം കരുതിക്കൊള്ളും. ദാവീദ് തൻ്റെ ആടുകളെ സംരക്ഷിച്ചതുപോലെ ശത്രുക്കളുടെ വശത്ത് നിന്ന്, കടന്നു വന്ന വന്യമൃഗങ്ങളിൽ നിന്ന് എല്ലാം അവയെ സംരക്ഷിച്ചതുപോലെ ദൈവം നമ്മെ കരുതിക്കൊള്ളും. നമുക്ക് ആവശ്യമായതെല്ലാം അതാത് സമയത്ത് ദൈവം നൽകി നമ്മളെ പരിപാലിക്കും. നമ്മളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. അതുകൊണ്ട് ദാവീദിനെ പോലെ നമുക്കും ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഈ ദൈവം എൻ്റെയും ദൈവമാണ്. ഞാൻ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഈ ദൈവം എനിക്ക് വേണ്ടി എല്ലാം നന്നായി കരുതിക്കൊള്ളും എന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു വിശ്വസിക്കുക. നിശ്ചയമായും ഹല്ലേലൂയ നന്മകൾ അനുഭവിച്ച് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലയത്തിൽ എന്നേക്കും നിലനിൽക്കുവാൻ അങ്ങനെയുള്ളവർക്ക് യഥാർത്ഥമായും സാധ്യമാകുമെന്നുള്ളത് ദാവീദും ഉറപ്പായി പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഹല്ലേലൂയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അത് അനുഭവിച്ചറിയുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.